ബിഗ് ബോസ് സീസൺ 6 കപ്പടിക്കാൻ ഏറ്റവും യോഗ്യത ആർക്കാണ്? നമുക്ക് ഓരോരോ കണ്ടസ്റ്റൻസ് ആയിട്ട് ഓരോരുത്തരുടെയും എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് നോക്കാം. ഇപ്പം നിലവിലുള്ള ആൾക്കാരെ വെച്ചാട്ടോ. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ നോറ ശരിക്കും നല്ലൊരു പ്ലെയറാണ്, അത്യാവശ്യം നല്ലപോലെ ആക്റ്റീവാണ്. പക്ഷേ ഓരോ കാര്യങ്ങളും പറയുന്ന രീതി, അത് പറയാൻ വരുമ്പോൾ അത് ഫുള്ളായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ആദ്യം കുറച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും, എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഇടപെടുമ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ പകുതി എത്തുമ്പോൾ ആൾ ഡൗൺ ആയിപ്പോവും, ഇമോഷണലി ഡൗൺ ആയിപ്പോവും. പെട്ടെന്ന് കരച്ചിലും വരും, ബാത്റൂമിൽ പോയി കരയും. അതാണ് പുള്ളിക്കാർക്ക് പ്രശ്നം. അല്ലാത്ത എന്നിട്ട് ടാസ്ക്കൊക്കെ അത്യാവശ്യം നന്നിട്ട് കളിക്കുകയും ചെയ്യും, പിന്നെ ആക്റ്റീവൊക്കെയാണ്. പക്ഷേ എന്താണ് ഈ ഫൈറ്റ് വരുമ്പോഴാണേലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും പിന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര തല്ലുപിടിക്കും. പ്രത്യേകിച്ച് ജാസ്മിനാണ് മെയിനായിട്ട് തല്ലുപിടിക്കും പെട്ടെന്നൊക്കെ ആയിട്ട്. പെട്ടെന്ന് അത് ചൂടാവും പുള്ളിക്കാരി. മെയിനായിട്ട് റസ്മി ശരിക്കും ഫസ്റ്റ് വന്ന ടൈമിൽ, ആദ്യം വന്ന വീക്കിലൊക്കെ ഭയങ്കരമായിട്ട് നല്ല ആക്റ്റീവായിരുന്നു, നല്ലപോലെ പവർഫുള്ളായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പവർ ടീമിൽ കയറാൻ പറ്റി. ഒന്നിൽ കൂടുതൽ പവർ ടീം കയറിയ ഒരാളും കൂടി റസ്മിന് നല്ലപോലെ ഫൈറ്റ് ചെയ്തൊക്കെ വന്നു. പക്ഷേ റസ്മിന് പറ്റിയെന്ന് വെച്ചാൽ കോംബോ രീതിയിൽ പോയി കളിച്ച്, ഒരു ഇൻഡിവിജ്വൽ കളിക്കേണ്ട കോംബോ ആയിട്ട് പോയി. എന്ന് വെച്ചാൽ ഗബ്രി ജാസ്മിൻ്റെ ഒപ്പം കയറലും, പിന്നെ അതിനുശേഷം ശ്രീതു അർജുൻ്റെ ഒപ്പം കയറലും, അങ്ങനെ ആയിപ്പോയി. അവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനോ ഒരു സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരു ഓപ്പണായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനോ ഒന്നും സംഭവിച്ചില്ല. പിന്നെ പേഴ്സണൽ ക്രിജുമായിട്ട് പ്രശ്നങ്ങളും തല്ലുകൊടുത്ത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ജിൻഡുവായിട്ടാണ് തല്ലുപിടിക്കൽ. അല്ലാണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പോഴത്തെ കാലമുണ്ട്, ഇപ്പം പ്രശ്നം വരുമ്പോൾ ഒന്നിലും വലിയ ആക്റ്റീവ് ആവേണ്ട, കെയർ ആവേണ്ട, ഒന്നിനും ഇപ്പോൾ ഇടപെടാണ് മാറി. ആദ്യമൊക്കെ നല്ലപോലെ എന്തൊരു പ്രശ്നം വന്നോലെ, എന്തൊരു ടാസ്ക് വൈസോ എന്താണേലും ഒന്നും ഒരു നല്ലപോലെ ചെയ്ത ആളായിരുന്നു എല്ലാ കാര്യങ്ങളിലും ആദ്യം. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാനുള്ള പുള്ളിക്കാർ എല്ലാം ഈ ഗബ്രി ജാസ്മിൻ്റെ ഒപ്പം ആദ്യം പോയി. പിന്നെ ഗബ്രി പോയ ശേഷം ഈ അർജുൻ ശ്രീധുവിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെയൊക്കെ ആ കോമ്പോൻ്റെ കൂടെ പിടിച്ച് നിന്നാണ് ഇപ്പോൾ എന്താണ് ഈ റസ്മി കളിക്കുന്നത്. ആദ്യമൊക്കെ നല്ല കളിക്കാൻ, പക്ഷേ ഇപ്പോൾ ഒരു ഇമ്പാക്റ്റും ഇല്ല. ആർക്കും ഒരു വലിയൊരു താല്പര്യം ഇല്ലാണ്ടായി. ഇപ്പോൾ വോട്ട് വൈസ് ആണെങ്കിലും എല്ലാ വയസ്സിലും എപ്പോഴും ഡൗൺ ഇപ്പോൾ റസ്മി തന്നെയാണ്. പിന്നെ നന്ദന ശരിക്കും പറഞ്ഞാൽ വലിയ ആക്റ്റീവാണ്, അത്യാവശ്യം ആക്റ്റീവാണ്. പക്ഷേ ഗെയിം ടാസ്ക് വൈസോ ഒരു തല്ലുകൊടുത്തുള്ള സമയത്തോ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആൾക്ക് സാധിച്ചില്ല. എന്താണ് കാര്യങ്ങളൊക്കെ അപ്പം തന്നെ തുറന്ന് ഓപ്പണാക്കി പറയും, ഒന്നും മനസ്സിൽ വെച്ച് മൂടി വെച്ചിരിക്കില്ല. എന്ത് നടന്നാലോ അപ്പം തന്നെ കാര്യങ്ങൾ പറയും. പക്ഷേ ഒരു ബേബി മെറ്റീരിയൽ എന്ന രീതിയിൽ പുള്ളിക്കാർക്ക് എവിടെ ആക്റ്റീവായി വന്നിട്ടില്ല. ഒന്നാമത്തെ എന്താണ് വൈൽഡ് കാര്യം എൻട്രിയിൽ വന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ്. അപ്പോൾ വലിയ രീതിയിലൊരു ബേബി മെറ്റീരിയൽ എന്ന് പറയാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോ എതിർത്ത് പറയാനോ, ഇപ്പോൾ തല്ലുപിടിക്കുന്നുണ്ട്. പക്ഷേ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. പറയുന്ന വേർഡ്സ് ആണേലും എന്താണേലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാണ്ട് ഒരു ആർക്കും ഒരു ഇതില്ല, ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് നന്ദന. പക്ഷേ ഈ ഡാൻസ് എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലാണ് കൂടുതൽ പുള്ളിക്കാർ ഇച്ചിരി നല്ല ആക്റ്റീവായി കാണിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ഓവറാവും എന്നൊരു ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഓവറായിട്ട് പെരുമാറുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യം വന്ന സമയത്ത് ഭയങ്കര ഓവറായിരുന്നു. ഒരു വെറുതെ തല്ലുപിടിക്കാൻ പോവുക, വെറുതെ ഈ ജാസ്മിനോടൊക്കെ എന്തിനും ഒരു ആവശ്യമില്ലാണ്ട് ഒരു ടോപ്പിക് ഉണ്ടാവും, പക്ഷേ ഒരു ബന്ധമില്ല, അതൊരിക്കൽ കണക്ഷനില്ല. ആ രീതിയിലാണ് ഫൈറ്റ് ചെയ്യണേക്കാം. അതെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്സര ശരിക്കും നല്ലൊരു അടിപൊളി പ്ലെയർ തന്നെയാണ്. എന്നുവെച്ചാൽ വന്ന സമയം മുതൽ നല്ലപോലെ ആക്റ്റീവായിട്ട് കളിച്ച് എല്ലാ രീതിയിലും നോക്കിയാൽ എല്ലാ ടാസ്ക് വൈസാണ്, എല്ലാ ടാസ്കിലും മുന്നിട്ട് നിൽക്കും. ഇപ്പോൾ ക്യാപ്റ്റൻസി ആണെങ്കിലും പവർ ടീമിലാണെങ്കിലും എല്ലാ രീതിയിലും നല്ലതായിട്ട് പെർഫോം ചെയ്യണം. എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് അഭിപ്രായം വന്നത് നമ്മുടെ അപ്സരക്ക് തന്നെയാണ്. ഒരാൾ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അപ്സരയെക്കുറിച്ച്. എന്നാലും ആ വീക്ക് വരെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന വരെ അപ്സര നല്ലൊരു പൊസിഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ടോപ്പ് 5 ആൾ എന്നൊരു ഉറപ്പ്, മിനിമം ഗ്യാരണ്ടി കൺഫർമേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വായ്ക്കൽ എൻട്രി വന്ന ശേഷം ഒരു സിബിനൊക്കെ പോയ ടൈമിൽ, ജാൻമണിയൊക്കെ പോയ ശേഷം ഈ അപ്സര ഒരു ഡൗണായി. ഒരു വലിയൊരു ഉണ്ടാക്കാൻ പറ്റിയില്ല. പ്രശ്നങ്ങൾ കുറച്ച് തല്ലുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു എന്താണ് പറയുക, ഗെയിം വൈസ് ആണെങ്കിലും ടാസ്ക് വൈസ് ആണെങ്കിലും ആ പഴയ ഒരു പവർ പാക്ക് എന്ന് പറയില്ലേ, ആ ഐറ്റം ഇപ്പോൾ കൊണ്ടുവരാൻ സാധിക്കില്ല അപ്സരക്ക്. എന്നാലും ഒരു ടോപ്പ് 5 എത്താനുള്ള കാലിബർ പുള്ളിക്കാർക്ക് ഉണ്ട്. ഇനിയുള്ള ടാസ്കിലെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പരിശ്രമിച്ചാൽ എത്താൻ സാധിക്കും. ഇപ്പോൾ കുറച്ച് ഡൗൺ ആണെങ്കിലും കുറച്ചും കൂടി മുന്നിൽ കയറണം. ഇപ്പോൾ വോട്ട് വൈസ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ആണെങ്കിൽ ടോപ്പ് 5 കയറാൻ ഉറപ്പായിട്ട് ചാൻസ് ഉള്ള ഒരു കുട്ടിയാണ്.
പിന്നെ ഉണ്ട് സായിയുണ്ട്. സായി ഒരു എന്താണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരാളാണ്. കുറേ പ്രതീക്ഷയോടെ കുറേ ആഗ്രഹങ്ങളോടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആളായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ അത് ഉണ്ടായില്ല, ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാനായില്ല സായിക്ക്. കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. തലേന്ന് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ബിഗ് ബോസിൽ പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അതിലേക്ക് കൊണ്ടുവരാനില്ല. കൂടുതലും എൻ്റെ ഒരു കമ്പനി രീതിയിൽ, ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ഒരു ടാസ്ക് വൈസ് ആണെങ്കിലും ഒരു ഫൈറ്റ് വൈസ് ഇതിലോട്ട് സായിൻ്റെ പേരിൽ ഫൈറ്റ് അവിടെ ഉണ്ടായിട്ടില്ല. കുറച്ച് ഒന്ന് രണ്ടൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ സായി ഒരു ഫൈറ്റ് രീതിയിലോ ഒരു ഇടപെടൽ രീതിയിലോ ഒരു വലിയൊരു ഇമ്പാക്റ്റോടെ ഉണ്ടാക്കില്ല. പക്ഷേ പുള്ളിക്കാർ ജെന്യുവനി പക്ക പേഴ്സണാണ്. ആരോട് ദേഷ്യമോ ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല, വെറുതെ തല്ലുപിടിക്കാനും പോകില്ല, എല്ലാവരോടും കമ്പനി രീതി സ്നേഹത്തോടെ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പോരല്ലോ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായിട്ട്. അതിൻ്റെതായ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അത്രക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഫൈറ്റ് വൈസ് ആണെങ്കിലും എല്ലാ ജനങ്ങളുടെ രീതിയിൽ അത് മനസ്സിൽ വന്നു. പക്ഷേ സായിൻ്റെ രീതിയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും സായിനെ ഇഷ്ടമാണ്. ചില പുള്ളിക്കാരുടെ പേഴ്സണാലിറ്റിയൊക്കെ അത്യാവശ്യം നല്ല പേഴ്സണാലിറ്റി, ജെന്യൂനാണ് പുള്ളിക്കാരൻ, ആരോട് ദേഷ്യമൊന്നുമില്ല. അഭിഷേക് ശരിക്കും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ പുള്ളിക്കാരൻ വന്ന സമയത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. കേരളം മൊത്തം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് വന്നത്. പക്ഷെ അത് ബിഗ് ബോസ് അത് ഒതുക്കി കൂടി കളഞ്ഞങ്ങോട്ട്. പിന്നെ പുള്ളിക്കാരൻ ഒരു കാര്യത്തിനോ ഒന്നിനോ ഒരു ഫൈറ്റിനോ ഒന്നും പോയിട്ടില്ല. വലുതായിട്ടൊരു ആദ്യ സമയത്ത് നല്ല പോലെ വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഈ അഭിഷേക് വന്ന എല്ലാ കളികളും മാറ്റും, ജാൻമണിക്കും അവളുടെ മിക്ക പെണ്ണുങ്ങൾക്കും കൊടുക്കും, സിഗ്മ മെയിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. പക്ഷെ വന്ന സമയത്തും മറ്റേ അഭിഷേകിൻ്റെ അടുത്ത് അഭിഷേക് എന്നൊക്കെ അന്ന് പേര് തോന്നാം പുള്ളിക്കാരൻ ഇപ്പം പോയി. അയാളുടെ ഉണ്ടായ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഭയങ്കരമായിട്ട് അത് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അത് ബിഗ് ബോസിൽ അത് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിനെ മാത്രം അധിക്ഷേപിക്കുന്ന പ്രശ്നത്തിൽ വരില്ല. അതുകൊണ്ട് അങ്ങനെ ബിഗ് ബോസ് അത് അവർക്ക് പണി കൊടുത്തു, അഭിഷേകിനെ തന്നെ പണി കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് 2 ആഴ്ചത്തേക്ക് നോമിനേഷൻ കിട്ടുമല്ലോ, എവിക്ഷൻ നോമിനേഷനിലേക്ക് കിട്ടി, യെല്ലോ കാർഡ് കിട്ടി. ഫസ്റ്റ് വന്ന ആഴ്ച തന്നെ യെല്ലോ കാർഡ് കിട്ടിക്കൊണ്ട് പുള്ളിക്കാരന് പിന്നെ ഒതുങ്ങി കൂടിയോടെ ഇരുന്നോളാം. ഒരു കാര്യത്തിന് ഇപ്പോൾ കൺമുമ്പിൽ ഫൈറ്റ് നടന്നാലോ നടന്നാലോ അത് ഇടപെടാണ്ട് അത് മൈൻഡ് ചെയ്യാണ്ട് പുള്ളിക്കാരൻ്റെ രീതിയിൽ മാത്രം പോണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും നിൽക്കണം. ഫൈറ്റാണ് എല്ലാവരും ഇപ്പം ഇതിലോട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഫൈറ്റ് നമുക്കിതിൽ കാണാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നോറാനായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവും. അതല്ലാണ്ട് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അതിനൊന്നിനും പുള്ളിക്കാരൻ സ്ക്രീൻ പേസ് വന്നില്ല. പിന്നെ അല്ലാണ്ടുള്ളതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നല്ലൊരു പക്ക ജെന്യൂൻ പേഴ്സണാണ്. പിന്നെ എല്ലാവരും നല്ല വൈബാണ്, കമ്പനി ഒരു കോളേജ് വൈബ് പോലെയാണ്. എല്ലാവരോടും സംസാരിക്കുന്ന രീതി, ഒരു കോമഡി രീതി എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആളാണ്. അതാണ് ഏറ്റവും നല്ല. ഋഷി ശരിക്കും നല്ലൊരു നല്ലൊരു പേഴ്സൺ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ രീതിയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയാൻ നോക്കുന്നുണ്ട്, ആക്റ്റീവ് ആവുന്നുണ്ട് പല കാര്യം. പക്ഷേ ചില ടാസ്ക് വരുമ്പോൾ അവർ വലിയതായിട്ടൊരു സംഭവം ഉണ്ടാക്കല്ല, വലിയൊരു ക്രിയേറ്റ് ചെയ്യാനൊന്നും സംഭവിക്കല്ല. പക്ഷെ അല്ലാത്ത കാര്യത്തിൽ അപ്സരയായിട്ടൊരു ഫൈറ്റ് വരുമ്പോഴും എന്ത് വന്നാലും നല്ല പോലെ എല്ലാ രീതിയിലും സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. അയാളുടെ രീതിയിൽ സംസാരിച്ചാൽ ഓവർ ആവും കേട്ടോ, ഒരു കാര്യമില്ലാണ്ട് ഫൈറ്റ് ആ ലെവലിൽ പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ലിമിറ്റ് കഴിഞ്ഞ് വേറെ ഇതിലേക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാണ്ട് നോക്കിയാൽ ടാസ്ക് വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും പുള്ളിക്കാരൻ നന്നായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. ആരോട് അങ്ങനെ വലിയ ശത്രുത കാണിക്കാനുള്ള, ആരോട് വെറുപ്പിക്കാനോ ഒന്നിനും പോകണില്ല. പക്ക ജെന്യൂൻ പേഴ്സൺ തന്നെയാണ് ഈ ഋഷി എന്ന് പറഞ്ഞത്. അൻസിബയൊക്കെ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു, ആക്റ്റീവ് ആയിരുന്നില്ല പുള്ളിക്കാർ. ടാസ്ക് വൈസ് ആണെങ്കിലും എല്ലാ വൈസ് ആണെങ്കിലും ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ ഒരു 3rd 4th വീക്ക് ആകുമ്പോഴത്തേക്കാണ് ശരിക്കുള്ള കാലിബർ അറിഞ്ഞത്. എന്ന് വെച്ചാൽ സംസാരിക്കുന്ന രീതിയാണ് എല്ലാ രീതിയിലും ആവശ്യത്തിൽ സംസാരിക്കുന്നത്. വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് സംസാരിക്കാൻ പോകില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഒരു ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണെങ്കിൽ എന്ത് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യണമെങ്കിൽ അവിടെ വന്ന് നിന്ന് സംസാരിക്കും പുള്ളിക്കാരി. അതിൻ്റെതായ പോയിന്റും നല്ല വല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ആരെങ്കിലും തെറ്റ് ചെയ്തോ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറയേണ്ട രീതിയിൽ പുള്ളിക്കാരൻ്റെ രീതിയിൽ ആ പറയണ പക്കയായിട്ട് പറയും. അത് ശരിക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. വെച്ചാൽ ഇപ്പോൾ കറക്റ്റ് പോയിന്റ് പറയണത്, വെറുതെ ആൾക്കാരെ തെറിപ്പിച്ചൊന്നും പറയാണ്ട് കറക്റ്റ് പറയും. പിന്നെ ആരും തല്ലുപിടിക്കാനോ ഒന്നിനും പോകില്ല, അതായത് ഒരു പ്രശ്നത്തിന് വെറുപ്പിക്കാനോ ഒരു രീതിയിൽ പോകില്ല. അടങ്ങി ഒതുങ്ങിയ സ്ഥലത്ത് മൂലക്കൂട്ടി ഇരിക്കും. പക്ഷേ ബിഗ് ബോസിൽ അങ്ങനെയല്ല വേണ്ടത്. ബിഗ് ബോസിൽ കുറച്ചും കൂടി ആക്റ്റീവായതും എല്ലാ ഏരിയാസിലും കറക്റ്റ് പക്കയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാളാണ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ അൻസിബ വെച്ച് നോക്കുമ്പോൾ അൻസിബ കുറച്ചും കൂടി ആക്റ്റീവ് ആവാനുണ്ട്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ
ടാസ്കിലൊക്കെ പുള്ളിക്കാർ ഭയങ്കര ഡൗൺ ആണ്. പ്രത്യേകിച്ച് ഫിസിക്കൽ ടാസ്ക് ഇച്ചിരി ഓടാനും ചാടാനും ടാസ്കൊക്കെ വന്നാൽ ഒട്ടും പറ്റൂല. അല്ലാത്ത ചെറിയ ചെറിയ ടാസ്ക് മാത്രമേ കുറച്ച് കയറി നിൽക്കുന്നുള്ളൂ. പക്ഷേ ടാസ്കിലെ കുറച്ച് ഡൗൺ ആണ്. അല്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ പുള്ളിയാണ്. പിന്നെ കുറച്ചും കൂടി ആക്റ്റീവായി നിൽക്കണേ. സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ബിഗ് ബോസ് ഇപ്പോൾ പ്രൊമോ വന്നാൽ പോലും അതിൽ കാണിക്കാൻ കുറച്ച് ചാൻസ് കുറവാണ്. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ കുറച്ച് ഡാൻസ് ആണ് എൻ്റർടൈൻമെൻറ്റൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, എല്ലാ രീതിയിലും വേണം. അപ്പോൾ മെയിനായിട്ട് അനുസരിച്ച് വേണ്ടതാണ് വരുന്നത്. ഇനി ശ്രീതു അർജുൻ രണ്ടുപേരും ഒരുമിച്ച് പറയണ ഏറ്റവും നല്ലത്. രണ്ടുപേരും ഈക്വലാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ രണ്ടുപേരും കോംബോ എന്നൊരു ഒറ്റൊരു കാരണം കൊണ്ട് മാത്രം പിടിച്ച് നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസം അർജുനാണ്. അർജുൻ കുറച്ചും കൂടി ടാസ്ക് കളിക്കുന്നുണ്ട്. ടാസ്ക് വൈസ് കുറച്ചും കൂടി വലുതായിട്ട് വലിയൊരു ഇമ്പാക്റ്റോ വലിയ ആക്റ്റീവ് ഒന്നുമല്ല പറഞ്ഞത്. ശ്രീധുവിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ബെറ്ററായിട്ട് കളിക്കുന്ന അർജുൻ തന്നെയാണ്. പക്ഷേ ശ്രീധു ഒക്കെ ശരിക്കും പറഞ്ഞാൽ ടാസ്ക് വൈസ് ആണെങ്കിലും എന്ത് വൈസ് ആണെങ്കിലും ഒന്നിനൊരു ഇൻവോൾവ് കാണിക്കാറില്ല. പുള്ളിക്കാരി എന്ന് വെച്ചാൽ ആ ക്യൂട്ട്നെസ്സും ആ ഒരു കോമ്പും ആ തമിഴ് മലയാളം എന്നൊരു കുട്ടി വർത്താനങ്ങളും അതൊക്കെ കൊണ്ടാണ് കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെടാം, അതിൻ്റെ വോട്ടും കിട്ടും. പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാൻ 100% അർഹത ഇല്ലാത്ത ആൾക്കാരാണ് ഈ അർജുനും ശ്രീധുവും. അർജുൻ പിന്നെങ്കിലും കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അർജുന് മെയിൻ പ്രശ്നം ഈ കോംബോ പിടിച്ചുകൊണ്ടായിരിക്കും തോന്നുന്നത്. ഈ കോംബോ പിടിക്കാം, പക്ഷേ അതിനകത്ത് ഗെയിമും കുറിച്ച് നമുക്ക് ആക്റ്റീവ് ആക്കണം. ഇത് മെയിനായിട്ട് കോംബോ ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കോംബോ പിടിച്ചാണ് പിടിച്ചത്. അത് ഓരോരുത്തരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. ചിലപ്പോൾ അർജുൻ്റെ ഗെയിമായിരിക്കാം, ശ്രീധുവിൻ്റെ ഗെയിമൊക്കെ കോംബോ പിടിച്ചാൽ അത്ര നിൽക്കാൻ പറ്റും, പൈസ കിട്ടുന്നതായിരിക്കാം. പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോപ്പ് 5 പോലും കയറാൻ പറ്റില്ല. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ഇതുപോലെ കോംബോ ഒരിക്കലും കളിക്കാൻ പറ്റില്ല. എല്ലാം ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈം വരുമ്പോൾ ഇവരൊക്കെ മാറും. ഇൻഡിവിജ്വൽ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും പെർഫോമൻസ് വരേണ്ട ആ സമയത്ത് അറിയാൻ പറ്റും. പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇവർ വലുതായിട്ടൊരു ആക്റ്റീവ് ആവാനില്ല. പിന്നെ അർജുന് കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ അടിപൊളി പോകുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ. എന്താണ് ഈ അഭിഷേകും സിജുവും ഈ സായിയൊക്കെ കുറച്ചും കൂടി ഒരു കോളേജ് വൈബ് എന്ന് പറയില്ലേ, അതുപോലെ നല്ലൊരു കമ്പനി ഫ്രണ്ട്ലി രീതിയിലൊക്കെ അടിച്ച് പൊളിച്ചൊക്കെ പോകുന്നുണ്ട്. അല്ലാത്ത കുറച്ച് ഗെയിമൊക്കെ വരുമ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഗെയിം, പാട്ട്, എന്തെങ്കിലും പരിപാടിയൊക്കെ ഓടിച്ചാട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അല്ലാണ്ട് ബിഗ് ബോസ് പരമായിട്ടുള്ള ഗെയിമോ ടാസ്ക് വരുമ്പോൾ അർജുൻ വലുതായിട്ട് കാര്യമായിട്ട് ഇൻവോൾവ് ആവണില്ല. പിന്നെ ശ്രീധു ഒട്ടും ആവണില്ല. പിന്നെ സിജു ശരിക്കും പറയല്ലേ ബിഗ് ബോസ് വിന്നർ ആവേണ്ട ഒരാൾ തന്നെയാണ്. അത് ആദ്യ സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും വർത്തമാനത്തിലാണെങ്കിലും പറയേണ്ട സമയത്ത് പറഞ്ഞ ആളാണ്. എല്ലാ കാര്യവും ആക്റ്റീവായിട്ട് ഇടപെടുകയും ചെയ്യും. പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യും. എല്ലാ കാര്യവും ടാസ്ക് വൈസ് തന്നെ എല്ലാ രീതിയിലും നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ പുള്ളിക്കാരൻ സിജോക്കൊരു ഒരു ആക്സിഡൻറ്റ് മൂലം പുള്ളിക്കാരന് അത് പോയി, ആ ഒരു അവസരം പോയി. പിന്നെ രണ്ടാമത് തിരിച്ചു വന്ന് കയറണം എന്നൊരു വാശിയോടെ സിജോ തിരിച്ചു വന്ന് കാട്ടുതീ എന്നൊക്കെ പറഞ്ഞ് കയറി വന്നതാണ്. പക്ഷെ ആ കാട്ടുതീ പോയിട്ട് ഒരു തീപ്പെട്ടി പോലും ആകാൻ പറ്റാണ്ട് സിജു ഇരിക്കണം. ഇപ്പം എന്ന് വെച്ചാൽ വലിയ ആദ്യം ഉണ്ടായൊരു ആക്റ്റീവ് ഈ പ്രാവശ്യം ഇല്ല പുള്ളിക്കാരന്. പക്ഷേ അത് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ കുറച്ചുകൂടി നന്നായിട്ട് ആക്റ്റീവ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ഒരു ഹാപ്പിനെസ്, സന്തോഷ രീതിയിലാണ് ഫുൾ ടൈം ഒരു നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ബിഗ് ബോസിൽ വേണ്ട ആ കാര്യങ്ങളൊന്നും ഇപ്പം ഒന്നും ആയിട്ടില്ല പുള്ളിക്കാരിൽ. ടാസ്ക് ആണെങ്കിലും ഒരു ഫൈറ്റ് ആണെങ്കിലും എനിക്ക് ഈ വായിൻ്റെ അവിടെ പല്ലിൻ്റെ അവിടെ വേദന ഉണ്ടാവുക, അധികം സംസാരിക്കാൻ പാടാന്നൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും വലുതായിട്ട് സംസാരിക്കാത്ത. പക്ഷേ ഒരു കാര്യം ഈ ഫൈറ്റ് പോരുമ്പോൾ പറയേണ്ട കാര്യങ്ങളൊക്കെ വലുതായിട്ട് ഇൻവോൾവ് ആവാനുള്ള. ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണെങ്കിലും എന്തൊരു ടാസ്ക് വന്നിട്ട് പോലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതെനിക്കറിയാം. ഇനി വരാൻ പോണ ഗസ്റ്റ് സ്ട്രാറ്റജി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ അവരുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ നമ്മ ചോദിക്കണം, നീയൊക്കെ തോക്കണ കാര്യം എന്താണ്, ഇങ്ങനെ പ്രശ്നം വന്നാലും അവൻ പറയണത് മനഃപൂർവ്വം തോക്കണം എന്നൊക്കെ പറയണത്. അവൻ്റെ ഗെയിമാണോ സിജോൻ്റെ ഗെയിമാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും. അടുത്തത് ജാസ്മിൻ ശരിക്കും ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് വെച്ചാൽ ആണ്. പക്ഷേ എന്താ വെച്ചാൽ ഈ കോംബോ ആയിട്ടാണ് കളിച്ചത് ജാസ്മിനൊക്കെ. ഒരു ഇൻഡിവിജ്വലായിട്ട് ജാസ്മിൻ ഒരിക്കലും കളിച്ചിട്ടില്ല പലപ്പോഴും. എന്നുവെച്ചാൽ ഈ ഗബ്രി എന്ന ഒരാളുടെ പിൻബലത്തിൽ കളിക്കുന്ന ഒരു ഗെയിമറാണ് ജാസ്മിൻ. അത് ഫസ്റ്റ് വീക്ക് ഒന്നല്ല, ഗബ്രി പോണ വരെ നോക്കിയാൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗബ്രി ഉണ്ടാവും, ഗബ്രീൻ്റെ പ്രശ്നം ജാസ്മിനും ഉണ്ടാവും. അങ്ങനെ മാറി മാറി ഗെയിമാണെങ്കിൽ ഇവർ തമ്മിൽ ഒത്തിരി ഇപ്പോൾ രണ്ട് ടീമാണെങ്കിൽ പോലും 2 ഗ്രൂപ്പാണെങ്കിൽ പോലും ഇവർ രണ്ട് ഒരുമിച്ച് നിന്ന് പ്ലാൻ ചെയ്തേ കളിക്കുകയുള്ളൂ എന്താണെങ്കിലും. അത് പലപ്പോഴും സിബിനെ അടക്കം വയൽക്കാൻ എൻട്രീസ് അടക്കം എല്ലാവരും എടുത്ത് പറഞ്ഞ കാര്യമാണ്. പലരും ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എന്ത് ഒരു ടാസ്ക് വരുമ്പോൾ എന്ത് ചർച്ചയാണ്, ജഡ്ജിയുടെ കാര്യങ്ങളാണ്, എന്താണ് ഇവരെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് പലരും. ഇവരുടെ കൈവരേണ്ട ഗെയിമാണെങ്കിൽ ഇവർ ഒരുമിച്ച് കോംബോ കളിക്കണം. പിന്നെ ഗബ്രി പോയ ശേഷമാണ് ജാസ്മിൻ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ കളിക്കുന്നത്. പിന്നെ ജാസ്മിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആൾക്കാരുടെ അടുത്ത് തല്ല് പിടിക്കുകയാണെങ്കിൽ കുറച്ചും പിടിച്ചു നിൽക്കും.
നല്ലപോലെ പിടിച്ചു നിൽക്കാൻ കഴിവുണ്ട്. എന്തോ ഒരു ചീത്ത കിട്ടിയാൽ ക്ഷമയോടെ പിടിച്ചു നിൽക്ക്, ഒരു പേടിയോ ഒന്നും കാണിക്കാതെ പിടിച്ച് നിൽക്കുന്നുണ്ട്. തിരിച്ച് നല്ലൊരു വർത്തമാനം പറയുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോനായിട്ടാണ് ഏറ്റവും ജിൻഡോനെ തല്ലുപിടിക്കുന്നത്. ജിൻഡോയും റോക്കി ഇവരവിടെ മെയിനായിട്ട് വന്നത്. ഇപ്പോൾ ഇവരുടെ അടുത്ത് തല്ലുപിടിക്കുമ്പോൾ രീതിയിലാണെങ്കിലും നല്ല പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പേടിച്ച് മറ്റ് പെണ്ണുങ്ങളെ പോലെ അല്ല. മറ്റ് പെണ്ണുങ്ങളെക്കാളും കുറച്ചും കൂടി ധൈര്യം കൂടുതൽ ജാസ്മിൻ തന്നെയാണ്. അത് ഞാൻ 100% ഉറപ്പ് പറഞ്ഞു. ഞാൻ ജാസ്മിൻ ഫാനല്ല, ഇനി ഇതുമ്പോൾ ജാസ്മിൻ്റെ ഫാനാന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വരല്ലേ. എനിക്ക് എത്രയും പറയാനുള്ളൂ, ഉള്ള കാര്യങ്ങൾ പറയണല്ലോ. അതെന്താണേല എത്ര മോശപ്പെട്ട ആളാണെങ്കിൽ. പക്ഷേ ജാസ്മിന് പിന്നെ പുറത്ത് നല്ല നെഗറ്റീവ് വന്ന്, ആ ഇഷ്യൂ വന്ന്, ഗബ്രിയായിട്ടുള്ള ഇഷ്യൂ വന്ന്, ആ സീനെ കൊണ്ട് കുറച്ച് നെഗറ്റീവ് കിട്ടിയെങ്കിലും ജിൻഡോക്ക് ശേഷം ഏറ്റവും സപ്പോർട്ടുള്ളത്, ഫാൻ ബേസ് ഉള്ളത്, ഏറ്റവും ഫാൻ ബേസ് ഉള്ള ജിൻഡോക്ക് ശേഷം ഫാൻ ബേസ് ഉള്ള കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. ഇനി നമ്മുടെ ജിൻഡപ്പൻ ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ആദ്യ 2 ആഴ്ച പലർക്കും ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ബിഗ് ബോസിൽ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, രതീഷിനെ പോലെ തന്നെ. പക്ഷേ രതീഷിനെക്കാളും ആക്റ്റീവ് കുറവാണ് ജിൻഡപ്പൻ. ഫസ്റ്റ് വീക്കിൽ തന്നെ ജയിലിനും പോയ ഒരു ഭാഗ്യവാനും കൂടി ജിൻഡപ്പൻ. പലരും ചിന്തിച്ച് പൊട്ടനാണോ ഇവരെന്താ ഇങ്ങനെ ചിന്തി. പക്ഷേ അവർ 3-ാമത്തെ ആഴ്ച 4-ാമത്തെ ആഴ്ച അപ്പോഴാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തത്. എന്താ വെച്ചാൽ ടാസ്ക് വൈസ് അല്ല, എന്ത് ടാസ്ക് എടുത്താലും ക്യാപ്റ്റൻസി ആണെങ്കിൽ പവർ ടീം ആണെങ്കിൽ എന്ത് ചെറിയ ടാസ്ക് എടുത്താൽ പോലും അത് ജയിക്കാൻ വേണ്ടി ജിൻഡോ കാണിക്കുന്ന എഫോർട്ട്നെസ്, ഒരു ഡെഡിക്കേഷൻ, എന്ത് പ്രശ്നം, എന്ത് തലകുത്തി മറിഞ്ഞാലും ജയിക്കാൻ കാണിക്കുന്ന ഒരു ഇതുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട് ജിൻഡോക്ക്. അത് കള്ളം പറഞ്ഞാണ് എന്ത് സംഭവിച്ചാലും അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരെയും സാധിക്കുന്നുണ്ട്. പുറത്ത് ഇത്ര ഏറ്റവും സപ്പോർട്ടുള്ള പുള്ളിയാണ് ജിൻഡോയ്ക്കാണ്. അതെല്ലാവർക്കും അറിഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോളാണെങ്കിലും ഒരു ശരിക്കുള്ള വോട്ടിംഗ് ആണെങ്കിലും എല്ലാ രീതിയിലും കമൻറ്റ് ബോക്സിലാകുമ്പോഴും ജിൻഡോക്കാണ് ഏറ്റവും ഫാൻ ബേസ്. എന്ന് വെച്ചാൽ അത്രക്കും ആരോട് വഞ്ചിക്കാണ്ട് ആരും അങ്ങനെ വേദനിപ്പിക്കൂല. കള്ളം പറയുമെങ്കിലും വലിയ രീതിയിൽ ആരെ ദ്രോഹിക്കാനോ കള്ളം പറയണമെന്നല്ല പുള്ളിക്കാരെ. നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. പലരും ഒറ്റയ്ക്ക് ഇരുന്ന് അറ്റാക്ക് ജിൻഡോ ഒറ്റയ്ക്ക് പലരും കൂട്ടം ചേർന്നിട്ട് ജിൻഡോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മറ്റുള്ളവർ പോലെ ഇപ്പോൾ ഗബ്രിയും ജാസ്മിനാണേലും ഇന്ന് അറ്റാക്കൊക്കെ വന്നാൽ തന്നെ അവർ പറയും എനിക്ക് കിട്ടിയത് പോകണം, കരഞ്ഞ് പോകുമതി. പക്ഷേ ജിൻഡോ ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് കരഞ്ഞ് മെഴുകിയിട്ടില്ല. അതാണ് ജിൻഡോ വ്യത്യസ്തമാകുന്നത് മറ്റുള്ളവരിൽ നിന്നിട്ട്. അതാണ് പുള്ളിക്കാരുടെ ഗെയിം എന്ന് വെച്ചാൽ ഓരോ ഗെയിമിന് പല പ്ലാനിങ് ഉണ്ട്, ഐഡിയ ഉണ്ട്. അത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയ എവിക്ഷനായി പുറത്തുപോയ ആൾക്കാരോട് ഫസ്റ്റ് പറഞ്ഞത് ജിൻഡോയാണ് ഏറ്റവും കളിക്കാരന്. ഗബ്രി അടക്കം പറഞ്ഞാണ് ജിൻഡോൻ്റെ കളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കളിയാണ്. പിന്നെ അകത്തുള്ളവർക്കും അറിയാം ജിൻഡോൻ്റെ ഗെയിമിംഗ് പ്ലാൻ, സിജോക്ക് അറിയാം പ്ലാന്. പക്ഷേ അവർ ചിന്തിക്കുന്ന രീതി നല്ല വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും ഏത് ടാസ്ക് നോക്കിയാലും എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും എല്ലാ രീതിയിലും ജിൻഡോയുടേതായ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് രീതിയിൽ ഏറ്റവും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ ഒരാളാണ് ജിൻഡോ, പിന്നെ ജാസ്മിൻ. ഈ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ ജിൻഡോയാണ്. അത് എവിടെ പോയാലും പറയേണ്ട സാധനം, ആരെ പേടിക്കാണ്ട് ആരെ മുഖത്ത് നോക്കി പറയാൻ ഒരു കഴിവുണ്ട് ജിൻഡോക്ക്. അത് പിന്നെ പലരും ഒളിച്ച് വെക്കുന്ന പല രഹസ്യങ്ങളും വെളിപ്പെടുത്തും ജിൻഡോ. അത് മോഹൻലാലിന് മുമ്പിൽ അത് പറയേണ്ട സ്ഥലത്തായിക്കൂടെ, അത് പെട്ടെന്നായിരിക്കില്ല. ഇപ്പോൾ തിങ്കളാഴ്ച നടന്ന രഹസ്യങ്ങളായിരിക്കും, പക്ഷെ അത് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച മോഹൻലാൽ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും പറയണത്. ചിലപ്പോൾ അല്ലാണ്ട് വലിയ എന്തെങ്കിലും അവസരം വരുമ്പോൾ പറയും. അപ്പോൾ എല്ലാം പക്ക ഒരു സൂക്ഷിച്ച് എല്ലാം ചെയ്ത ജിൻഡോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വെച്ചില്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ടോപ്പ് 1 കപ്പ് നേടാൻ അർഹത ഉള്ളത് ആരാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണ് കമൻറ്റ് ചെയ്യും. ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ആയി പറയും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ് വരുന്നതാണ്.